ഹായ് ഫ്രണ്ട്സ്, കേരള ഹിസ്റ്ററിയുടെ ഭാഗത്തു നിന്നും കുളച്ചൽ യുദ്ധത്തെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുന്നത്. കുളച്ചൽ യുദ്ധം നടന്ന വർഷം 1741. കുളച്ചൽ യുദ്ധം ആരെല്ലാം തമ്മിലായിരുന്നു? മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലായിരുന്നു കുളച്ചൽ യുദ്ധം നടന്നത്. കുളച്ചൽ യുദ്ധത്തിന്റെ പ്രധാന കാരണം ഡച്ചുകാർ മാർത്താണ്ഡവർമ്മയെ എതിർത്തുകൊണ്ട് 1741 ഇളയെടുത്തു സ്വരൂപത്തിന്റെ ഭരണാധിപത്യത്തിൽ മൂത്ത റാണിയെ ഔപചാരികമായി വാഴിച്ചു. 1741 ഡച്ചുകാർ മാർത്താണ്ഡവർമ്മയെ എതിർത്തുകൊണ്ട് മൂത്ത റാണിക്ക് ഇളയെടുത്തു സ്വരൂപത്തിന്റെ അധികാരം നൽകിയതാണ് കുളച്ചൽ യുദ്ധത്തിന്റെ പ്രധാന കാരണം. ഡച്ചുകാർ അധികാര കേന്ദ്രം സ്ഥാപിച്ച കന്യാകുമാരിയിലെ പ്രധാന പ്രദേശമായിരുന്നു കുളച്ചൽ. എന്നാൽ മാർത്താണ്ഡവർമ്മ കുളച്ചൽ പ്രദേശം കോട്ടകെട്ടി സംരക്ഷിക്കാൻ ശ്രമിച്ചു. ഇത് പിടിച്ചെടുക്കാനുള്ള ഡച്ചുകാരുടെ ശ്രമങ്ങൾ കുളച്ചൽ യുദ്ധത്തിലേക്കു നയിച്ചു. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തിയ ഡച്ചു സൈന്യാധിപനാണ് ഡിലനോയ്. തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താൻ എന്ന് അറിയപ്പെടുന്നതും ക്യാപ്റ്റൻ ഡിലനോയിയാണ്. കുളച്ചൽ യുദ്ധത്തിൽ കീഴടങ്ങിയ ഡച്ചു സേനാധിപതിയായ ഡിലനോയിയുടെ സേവനം പ്രയോജനപ്പെടുത്തിയാണ് മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ സൈന്യത്തെ യൂറോപ്യൻ മാതൃകയിൽ പുനഃസംഘടിപ്പിച്ചത്. തമിഴ്നാട്ടിലെ തക്കലയ്ക്കടുത്ത് ഉദയഗിരി കോട്ടയിലാണ് ഡിലനോയിയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത്. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയെ സഹായിച്ച വിദേശ ശക്തിയാണ് ബ്രിട്ടീഷുകാർ. ഒരു യൂറോപ്യൻ ശക്തിയെ പരാജയപ്പെടുത്തിയ ഏഷ്യയിലെ ആദ്യ രാജാവാണ് മാർത്താണ്ഡവർമ്മ. ഇന്ത്യയിൽ ഡച്ചുകാരുടെ പതനത്തിന് കാരണമായ മാരകമായ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. ഡച്ചു ശക്തി കേരളത്തിൽ ക്ഷയിക്കാൻ കാരണമായ യുദ്ധം കുളച്ചൽ യുദ്ധം. കുളച്ചൽ യുദ്ധം നടന്നത് 1741 ഓഗസ്റ്റ് 10-നാണ്. കുളച്ചൽ യുദ്ധം ഡച്ചുകാരെ സംബന്ധിച്ചിടത്തോളം അത്യന്തം വിനാശകരമായിരുന്നു. കേരളം അഥവാ മലബാർ പിടിച്ചെടുക്കണമെന്ന ഡച്ചുകാരുടെ മോഹം ഇതോടെ അസ്തമിച്ചു. ഈ ടോപ്പിക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പുതിയൊരു ടോപ്പിക്കുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ആൾ.